വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, നമ്മുടെ പുട്ട് ഐസ്ക്രീം. അത് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് നമുക്ക് പുറത്ത് പോയി കടയിലൊക്കെ പോയിരുന്ന് കഴിക്കുന്നതിനേക്കാളും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതും നല്ല ഹെൽത്തി ആയിട്ട്. ഐസ്ക്രീം എന്ന് പറയുന്നൊരു സാധനം നമുക്ക് ഏത് പ്രായക്കാർക്കും, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് ഐസ്ക്രീം. അത് 3 ഫ്ലേവറുള്ള ഐസ്ക്രീം ഒരുപോലെ കിട്ടുവാണെങ്കിലോ ഒത്തിരി സന്തോഷമാകും കുട്ടികൾക്ക്. അത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് കാണിക്കുവാണിന്ന്. അതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മടിക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് വേണ്ടത് 3 ഫ്ലേവറുള്ള ഏതെങ്കിലും 3 ഫ്ലേവറുള്ള ഐസ്ക്രീമാണ്. പിന്നെ വേണ്ടത് കറുത്ത ഉണക്കമുന്തിരി, അതുപോലെ മഞ്ഞ ഉണക്കമുന്തിരി, പിന്നെ ഇച്ചിരി കാഷ്യൂ നട്ട്, അതുപോലെ തന്നെ നമുക്ക് കോൺഫ്ലേക്സ് ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയാണ്. ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ ഞാനിവിടെ കുറച്ച് ചോക്കോ ചിപ്സും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. എല്ലാം തന്നെ സെയിം അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ല. ഞാനിപ്പോൾ സെയിം അളവിലാണ് എടുത്തിരിക്കുന്നത്. എല്ലാം തന്നെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഒന്ന് വാനിലയുടെ ഫ്ലേവറും, പിന്നെ ഒന്ന് സ്ട്രോബെറിയുടെ ഫ്ലേവറും, പിന്നെ ഒന്ന് പിസ്താഷിയോയുടെ ഫ്ലേവറുമാണ്. അപ്പോൾ ഈ 3 ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കോൺഫ്ലവറും ടൂട്ടി ഫ്രൂട്ടി, ഉണക്കമുന്തിരി 2 ടൈപ്പ്, കറുപ്പും അതുപോലെ മഞ്ഞയും, പിന്നെ കാഷ്യൂ നട്ടും, നമ്മുടെ ചോക്കോ ചിപ്സും, ഇത്ര ഐറ്റംസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആ കോൺഫ്ലേക്സ് പൊടിക്കരുത്, പൊടിയാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കത്തില്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ടൂട്ടി ഫ്രൂട്ടിയും ആ മുന്തിരിങ്ങയും എല്ലാം കൂടെ എല്ലാം കൂടെ അങ്ങോട്ട് ആ മധുരം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കോൺഫ്ലേക്സിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഒരു 5 മിനിറ്റ് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കൊരു പുട്ട് കുറ്റിക്കകത്തൊക്കെ നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്ത ശേഷം അതിൻ്റെ അകത്തേക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നല്ലപോലെ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. കാരണം നമുക്ക് പുട്ട് കുറ്റിക്കകത്ത് ആ ഒരു ചില്ല് നേരെ ചൊവ്വയല്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലേക്സും അതുപോലെ ഐസ്ക്രീമും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും അത് താഴേക്ക് പോകും, നമുക്ക് ഊർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. പിന്നെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ കോൺഫ്ലേക്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കുറേശ്ശെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് നമുക്കൊന്ന് നിരത്തി കൊടുക്കണം. നിരത്തി കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് വാനിലയുടെ ഐസ്ക്രീം 2 സ്കൂപ്പോളം ഐസ്ക്രീം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കണം. കാരണം ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു തവി കൊണ്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് കുഴിവ് വന്നു കഴിഞ്ഞാൽ ഐസ്ക്രീം നമുക്ക് കുത്തി കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് നമുക്കൊരു ഷേപ്പിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ആ പുട്ട് കുറ്റിക്കാതെ നേരെയാക്കി വെക്കണം. നമുക്കൊരു ഹോൾ പോലും ഇല്ലാതെ ഒന്ന് നിരത്തി കൊടുക്കേണ്ടതാണ് ഐസ്ക്രീം. അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമുക്ക് വാനിലയുടെ ഐസ്ക്രീം ഇട്ട് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആ ഒരു കോൺഫ്ലേക്സും ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ടല്ലോ അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ പുട്ടിന് നമുക്ക് തേങ്ങ ഇടുന്ന പോലെ തന്നെ ആ കോൺഫ്ലേക്സും ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ ഒരു ഐസ്ക്രീം ഇട്ട ശേഷം പിന്നീട് ആ കോൺഫ്ലേക്സും ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഏതാണോ ഫ്ലേവർ വേണ്ടത് ആ ഒരു ഫ്ലേവർ നമുക്ക് അടുത്ത ഫ്ലേവർ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനിപ്പം വാനില ഇട്ട ശേഷം അടുത്ത ഫ്ലേവർ എടുത്തത് പിസ്തയാണ്. അപ്പോൾ പിസ്തയുടെ 2 സ്കൂപ്പോളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു നമുക്കൊരു ഇടവില്ലാതെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ഐസ്ക്രീം വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. അപ്പം ഹോളില്ലാതെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് നമുക്ക് ആ ഒരു കോൺഫ്ലേക്സും ഡ്രൈ ഫ്രൂട്ട്സും മിക്സ് നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം അടുത്ത ഫ്ലേവർ കൂടി നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്.
നമുക്ക് എത്രത്തോളം ഐസ്ക്രീം വേണോ, നമുക്ക് പുട്ടുകുറ്റി എത്രത്തോളം വലുപ്പമുണ്ടോ അത്രത്തോളം നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ പുട്ടുകുറ്റി ചെറിയ പുട്ടുകുറ്റി ആയതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുള്ളൂ ഐസ്ക്രീം. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സ്ട്രോബെറിയുടെ ഫ്ലേവറാണ്. ഇത് സ്ട്രോബെറിയുടെ ഫ്ലേവർ 2 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് അതുപോലെ തന്നെ നമുക്ക് മുമ്പ് കാണിച്ച പോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് നന്നായിട്ട് ഹോളില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഐസ്ക്രീം നിറയ്ക്കുമ്പോൾ അതിനകത്ത് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്ത് ഹോൾ വരാൻ പാടില്ല. ഹോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുട്ടിൻ്റെ ആ ഒരു കുത്തി കഴിയുമ്പോഴത്തേക്കിനും ആ ഐസ്ക്രീം ഹോൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ഹോളില്ലാതെ ഒന്ന് നിരത്തി കൊടുക്കണം ഐസ്ക്രീം. ഇതിപ്പോൾ ഞാൻ 2-3 സ്പൂൺ എടുക്കുന്നുണ്ട് സ്ട്രോബെറിയുടെ ഫ്ലേവർ. എനിക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമാണ്. നമുക്ക് നല്ല രസമുള്ളൊരു ഫ്ലേവറാണ്. അത് തന്നെയുള്ള മധുരമുണ്ട്. ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ആകുമ്പോഴത്തേനും ഒത്തിരി ഇഷ്ടമാണ് എനിക്കത്. അതുകൊണ്ട് ഞാൻ സ്ട്രോബെറി കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഫില്ല് ചെയ്ത ശേഷം ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് വീണ്ടും ആ കോൺഫ്ലേക്സിൻ്റെ ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് വെച്ച് നമുക്ക് ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് പുട്ടുകുറ്റി ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറിയുടെ ഈ ഒരു ഐസ്ക്രീം ഫില്ല് ചെയ്ത ശേഷം വീണ്ടും കോൺഫ്ലേക്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ഞാൻ അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നിറച്ചും ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലേക്സും ഡ്രൈ ഫ്രൂട്ട്സും വെച്ചേക്കണം. കാരണം നമുക്കിത് പുട്ട് എടുക്കുമ്പോഴത്തേക്കിനും ആ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് നിരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫ്ലേക്സും ഡ്രൈ ഫ്രൂട്ട്സും മിക്സ് വെച്ചേക്കണം. അതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക്, ഇതിപ്പോൾ ഞാൻ വട്ടത്തിലുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നീളമുള്ളൊരു പാത്രം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ വട്ടത്തിലുള്ള പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നിരത്തി കൊടുത്തു. ഇത് നമുക്കൊരു 3-4-5 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ച ശേഷം വേണം ഈ ഒരു പുട്ടുകുറ്റി നമുക്ക് പുറത്തെടുക്കാനായിട്ട്. ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാൻ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പയ്യെ സാവധാനം അത് പുറകിൽ നിന്നൊന്നും തള്ളി കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ പുട്ട് കുത്തുന്ന പോലെ തന്നെ പതുക്കെ വേണം കുത്താനായിട്ട്. സ്പീഡിൽ കുത്തി എടുക്കല്ലേ. സ്പീഡിൽ കുത്തി എടുത്തു കഴിഞ്ഞാൽ ഐസ്ക്രീം എല്ലാം കൂടെ തെറിച്ച് പോകും. അതുകൊണ്ട് പതുക്കെ കുത്തിയെടുക്കുക. അത് തന്നെയല്ല, ഇത് നമുക്ക് സ്ലോ ആക്കരുത്. സ്ലോ ആക്കി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. കാരണം ഐസ്ക്രീം അലിഞ്ഞു പോകും. അറിയാമല്ലോ, നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഐസ്ക്രീം അങ്ങോട്ട് അലിഞ്ഞു പോകും. അതുകൊണ്ട് അതേപടി തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കഴിക്കുകയും വേണം. അല്ലെങ്കിൽ അലിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മിക്സായി പോകും. അതുകൊണ്ട് എടുത്ത് വെയിറ്റ് ചെയ്യാൻ പാടില്ല. വെയിറ്റ് ചെയ്യാതെ എടുക്കുമ്പോൾ തന്നെ ഇത് കഴിക്കുകയും കൂടെ വേണം. ഇതാ കണ്ടില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് പുട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഐസ്ക്രീം പുട്ട് ഇപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു കളർഫുള്ളുമാണ്. അതുപോലെ തന്നെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സും കോൺഫ്ലേക്സും ഒക്കെ കൂടി ഉള്ള കാഷ്യൂ ഒക്കെ കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാനും കൂടെ കിട്ടും. നല്ല സുഖമാണ് ഇത് കഴിക്കാനായിട്ട്. 3 ഫ്ലേവറും കൂടി ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു കുറച്ചും കൂടെ ഒന്ന് മധുരം കിട്ടാനായിട്ടൊക്കെ സഹായിക്കും. ഇതിപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഒന്നും ഇട്ടിട്ടില്ല. കാരണം അതിനകത്ത് ഞാൻ ചോക്കോ ചിപ്സും കൂടി ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഐസ്ക്രീം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.